നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. BJP സീറ്റ് നിഷേധിച്ചെന്ന് ആരോപിച്ച് തൃക്കണ്ണാപുരത്ത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അതുതന്നെയാണോ എന്നുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഇപ്പോൾ ഉയരുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ നടുക്കത്തിലാണ് ഒരു നാട് മുഴുവൻ. ഒരു നേതാവ് എന്നതിനൊപ്പം നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സംരംഭകൻ കൂടിയാണ്. എല്ലാവർക്കും എപ്പോഴും അറിയാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ തവണ BJP 431 വോട്ടിന് ജയിച്ച തൃക്കണ്ണാപുരം വാർഡിൽ ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമെന്ന് ആനന്ദിനൊപ്പം പല പാർട്ടി പ്രവർത്തകരും വിശ്വസിച്ചു. സീറ്റ് തനിക്കാണെന്ന ആത്മവിശ്വാസം പലരോടും ആനന്ദ് പ്രകടിപ്പിച്ചിരുന്നു. RSSന്റെ ജില്ലാ നേതാക്കളോടും ആനന്ദ് താൽപര്യം അറിയിച്ചിരുന്നു. എന്നാൽ വാർഡ് തലത്തിലെ നേതാക്കൾ ജില്ലാ കമ്മിറ്റിക്ക് അയച്ച 5 അംഗ പാനലിൽ പോലും ആനന്ദിനെ ഉൾപ്പെടുത്തിയില്ല എന്നാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. RSS പശ്ചാത്തലവും സംരംഭകൻ എന്ന മേൽവിലാസവും ഉള്ളതുകൊണ്ട് വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് മനസ്സിലായതോടെയാണ് പ്രതിഷേധ സൂചകമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി ശിവസേന നേതാക്കളുമായി ചർച്ച നടത്തുകയും തൃക്കണ്ണാപുരത്തെ ആനന്ദിന്റെ ഹോട്ടലിൽ വെച്ചുകൊണ്ട് ശിവസേന അംഗത്വം സ്വീകരിക്കുകയുമായിരുന്നെന്നും റിപ്പോർട്ടുകൾ ഉയരുന്നുണ്ട്. ഇന്നലെ ഉച്ചവരെ പ്രചാരണത്തിൽ സജീവമായിരുന്നു. ഇന്ന് വാർഡ് കൺവെൻഷൻ വിളിക്കാനും തീരുമാനിച്ചിരുന്നതായി ശിവസേന നേതാവ് അജി പെരിങ്ങമല പറഞ്ഞു. തൃക്കണ്ണാപുരത്തിനടുത്ത് കുന്നപ്പുഴയിൽ ഗുരു എന്റർപ്രൈസസ് എന്ന പേരിൽ ആനന്ദ് പെയിന്റ് വ്യാപാരവും നടത്തിയിരുന്നു. അർബൻ കിച്ചൺ, അർബൻ ടച്ച് ബ്യൂട്ടി പാർലർ എന്നിവയിലും ആനന്ദിന് ബിസിനസ് പങ്കാളിത്തമുണ്ടായിരുന്നു. നാട്ടിൽ നല്ല നിലയ്ക്ക് ജീവിതം നയിച്ചിരുന്ന ആനന്ദിന്റെ ആത്മഹത്യ നാട്ടുകാർക്കും ഞെട്ടലായി. മരണവിവരം അറിഞ്ഞതിനെ തുടർന്ന് ശാരീരിക തളർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭാര്യ ആതിരയെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആനന്ദ്, ഭാര്യ, മക്കൾ എന്നിവരായിരുന്നു തൃക്കണ്ണാപുരം ജയനഗറിലെ സരോവരം എന്ന വീട്ടിൽ താമസം. സമീപത്തെ മറ്റൊരു വീട്ടിലാണ് മാതാപിതാക്കൾ കഴിഞ്ഞിരുന്നത്. ആതിര കുട്ടികളുടെ കൂടെ സ്കൂളിൽ പോയ സമയത്തായിരുന്നു ആത്മഹത്യാ ശ്രമം നടന്നത്. മരണവിവരം അറിഞ്ഞെത്തിയ മാധ്യമ പ്രവർത്തകരെ പ്രാദേശിക BJP പ്രവർത്തകർ ആനന്ദിന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചില്ല. മരണവിവരം അറിഞ്ഞ് നിരവധി രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ ആനന്ദിന്റെ വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നു. ഇന്ന് ആനന്ദ് B തമ്പിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മന്ത്രി V ശിവൻകുട്ടിയും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ വീട്ടിലെത്തിയ മന്ത്രി ആനന്ദിന്റെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും കണ്ട് സംസാരിച്ചു. എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയാണ് മന്ത്രി മടങ്ങിയത്. എന്നാൽ അത് വെറും മുതലക്കണ്ണീരാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതിനൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ ശിവസേന ബന്ധം ഉന്നയിച്ചാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ആനന്ദ് ശിവസേനയിലേക്ക് പോയെന്നാണ് താൻ അറിഞ്ഞത്. മണ്ഡലം കമ്മിറ്റി നിർണയിച്ച ലിസ്റ്റിൽ ആനന്ദിന്റെ പേര് ഉണ്ടായിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. വിഷയത്തിൽ ശിവൻകുട്ടി മുതലക്കണ്ണീർ പൊഴിക്കുകയാണ്. പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കും. വിഷമമുണ്ട്, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇതുകൊണ്ടൊന്നും യഥാർത്ഥ ചർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാവില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചതിൽ മനംനൊന്ത് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി BJP പ്രവർത്തകരല്ലെന്നും നേതൃത്വവും പറഞ്ഞു വെക്കുന്നുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും ഉണ്ടായില്ലെന്നും ഒരു കാലത്തും പ്രവർത്തകനായിരുന്നിട്ടില്ലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് പറഞ്ഞു. ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ആനന്ദിന്റെ മരണം ദുഃഖകരമാണ്. അവർ ഭാഗ്യകരമായ വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചാരണത്തിന് ദുരുപയോഗം ചെയ്യുകയാണ്. ആനന്ദ് BJP പ്രവർത്തകനല്ല. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും ഉണ്ടായിട്ടില്ല. ഒരു കാലത്തും പ്രവർത്തകനായിരുന്നിട്ടില്ല. ഉദ്ധവ് താക്കറെ ശിവസേനയിലാണ് ആനന്ദ്. അതിന്റെ അംഗത്വം എടുത്തിരുന്നു. അങ്ങനെയൊരു യുവാവിന്റെ മരണം BJPക്കെതിരായ കുപ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും S സുരേഷ് മത്സര രംഗത്തുള്ള R ശ്രീലേഖി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു BJP പ്രവർത്തകനല്ല, ശിവസേന അംഗത്വം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ആനന്ദ് എന്നാണ് BJP നേതൃത്വം പറഞ്ഞു വെക്കുന്നത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് മന്ത്രി V ശിവൻകുട്ടി ശ്രമിക്കുന്നതെന്നും വിമർശനമുണ്ട്. കാരണം ഇന്ന് ആനന്ദിന്റെ വീട്ടിലെത്തിയതിനു ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശിവൻകുട്ടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ RSSനെയും BJPയെയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അനന്തു, അജി തിരുമല, അനിൽ, ആനന്ദ് തമ്പി എന്നിവർ ജീവനൊടുക്കിയ സാഹചര്യം അടക്കം വിവരിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ വിമർശനം.
BJP RSS പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ജീവനെ അവരുടെ പ്രസ്ഥാനം തന്നെ ഭീഷണിയാകുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളതെന്നാണ് മന്ത്രി കുറിച്ചത്. BJPയുടെ ജീർണിച്ച നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധം വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നും വർഗീയതയുടെയും അക്രമത്തിന്റെയും രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തള്ളിക്കളയുമെന്നും ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. BJP RSS പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ജീവനെ അവരുടെ പ്രസ്ഥാനം തന്നെ ഭീഷണിയാകുന്ന അതീവ ഗുരുതര സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. BJP RSS നേതാക്കളുടെ ലൈംഗിക പീഡനങ്ങളും സാമ്പത്തിക തിരിമറികളും മണ്ണുമാഫിയ ബന്ധങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ആത്മഹത്യ ചെയ്ത BJPയുടെയും RSSന്റെയും പ്രവർത്തകർ പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കോട്ടയം എലിക്കുളം സ്വദേശി അനന്തു അജി തിരുവനന്തപുരത്ത് ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തത് RSS ക്യാമ്പുകളിൽ നേരിട്ട ലൈംഗിക പീഡനങ്ങളെ തുടർന്നാണ്. ആത്മഹത്യയ്ക്ക് മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ RSS നേതാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി അനന്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഘടനയുടെ അന്തർധാര എത്രത്തോളം ജീർണിച്ചതാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ കൗൺസിലറുമായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യ വലിയ വിവാദമായിരുന്നു. ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പ്രതിസന്ധിയിൽ പാർട്ടി ഒറ്റപ്പെടുത്തിയെന്നുമുള്ള ആത്മഹത്യക്കുറിപ്പിലെ പരാമർശം BJP നേതൃത്വത്തിന്റെ പ്രവർത്തകരോടുള്ള സമീപനം വ്യക്തമാക്കുന്നു. ഈ വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പാണ് RSS പ്രവർത്തകനായ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത്. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലും പാർട്ടി നേതാക്കളുടെ മണ്ണ് മാഫിയ ബന്ധങ്ങളിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യക്കുറിപ്പിൽ RSSകാരനായി ജീവിച്ചു എന്നതാണ് ജീവിതത്തിൽ പറ്റിയ വലിയ തെറ്റ്. അതുതന്നെയാണ് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിൽ എത്തിച്ചതെന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അത് ഒരു സാധാരണ പ്രവർത്തകന്റെ മനസാക്ഷിയുടെ വിങ്ങലാണ്. BJPക്കകത്തെ നേതാക്കളുടെ മാഫിയ ബന്ധങ്ങളും സാമ്പത്തിക തിരിമറികളും ഈ ആത്മഹത്യകളിലൂടെ പുറത്തു വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലായ സഹകരണ സംഘം വിഷയത്തിൽ BJPയുടെ മുൻ സംസ്ഥാന വക്താവ് പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ചതും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണെന്ന് തെളിയിക്കുന്നു. സ്വന്തം പ്രവർത്തകരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന നേതൃത്വം കേരളത്തിലെ ജനങ്ങൾക്കൊരു ഭീഷണിയാണ്. നിലവിലെ സാഹചര്യത്തിൽ BJPയുടെ ജീർണിച്ച നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധം വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കും. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനടക്കം BJPക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വർഗീയതയുടെയും അക്രമത്തിന്റെയും രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തള്ളിക്കളയുമെന്നും ശിവൻകുട്ടി കുറിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിലും മന്ത്രി വി ശിവൻകുട്ടി വലിയ ആവേശം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് ചില ആളുകൾ കമന്റ് ചെയ്യുന്നത്. കാരണം ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരണമായി ചിത്രീകരിക്കരുതെന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സീറ്റ് നിഷേധിച്ചതിനുള്ള കാരണം തന്നെയാണോ ആനന്ദിന്റെ മരണത്തിന് പിന്നിലുള്ളത് എന്നുള്ളത് തെളിവ് സഹിതം ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു.